വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്ഥാപനത്തിന് മുൻപിൽ തന്നെയാണ്. ഇന്നത്തെ പത്രവാർത്തയിൽ അതല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ബാഡ്ജ് ഒഴിവാക്കിക്കൊണ്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും ബാഡ്ജ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിയമം വരുന്നതായിട്ട് അറിയാൻ കഴിയണു. അല്ലെങ്കിൽ നിയമം വരും. അതിനുവേണ്ടി ഉള്ള പരിശ്രമത്തിലാണ്. അതിനുള്ള കാരണങ്ങളും എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതായത് ഈ നിയമം വരുന്നത് ബാഡ്ജ് വേണ്ട എന്നുള്ളതാണോ അതോ ബാഡ്ജിന് ഇനി 8ാം ക്ലാസ്സിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നോക്കുന്നില്ല എന്നുള്ളതാണോ എന്താന്നുള്ളത് നമ്മൾക്ക് ആ നിയമം വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിലും നമ്മൾക്കതൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ നമ്മൾക്ക് ഹെവി വാഹനങ്ങൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ബാഡ്ജ് നിർബന്ധമാണ്. ബാഡ്ജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 8ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കും. അതായത് 8ാം ക്ലാസ് പാസ്സായവർക്ക് മാത്രമേ ബാഡ്ജ് ലഭിക്കാൻ അർഹതയുള്ളൂ. 8ാം ക്ലാസ് താഴെയുള്ളവർക്ക് ബാഡ്ജ് വേണ്ട. ബാഡ്ജ് വേണ്ടാതല്ല, ബാഡ്ജ് എടുക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഹരിയാന എന്ന് മാത്രമല്ല ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഗവൺമെന്റും ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ രാജ്യത്ത്, നമ്മളെ അല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിലും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഈ ഡ്രൈവർ ജോലിക്ക് പോകാൻ സാധാരണ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ഓക്കെ, അതല്ലാതുള്ള ലോറി, ഗുഡ്സ് വെഹിക്കിൾ ഈ ലോറിയിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. അതിന് ഡ്രൈവർമാരെ കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോകാൻ തയ്യാറാവുന്നില്ല. എന്നാൽ പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല. അപ്പൊ ആ ഒരു സംഭവം, വിദ്യാഭ്യാസ യോഗ്യത ഇത്ര വേണം എന്നുള്ളത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഡ്രൈവർമാരെ കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇന്ന് എല്ലാ ഗവൺമെന്റും. അതേപോലെ ഈ വിദ്യാഭ്യാസ യോഗ്യത ഒഴിവാക്കുമ്പോൾ നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ചില മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിവ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ സാധ്യത എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എന്റെ ഒരു ചെറിയൊരു അന്വേഷണം നടത്തിയിരുന്നു. നമ്മൾ അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരായിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതാണ്. വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരെ അവർക്ക് ഈ സിഗ്നൽസ്, ചിഹ്നങ്ങൾ, പിന്നെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ്സോ അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ITI, പോളി എന്നുള്ള സ്ഥാപനങ്ങൾ പോലെയുള്ള അവിടെ 1 മാസത്തെ 2 മാസത്തെ കോഴ്സ് എന്തെങ്കിലും കൊണ്ടുവന്ന് അതിലൂടെ അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ആ സർട്ടിഫിക്കറ്റിൽ കൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു പരിപാടിയാണെന്നുള്ളതും കൂടെ അറിയാൻ പറ്റി. ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതും അറിയില്ല. അപ്പൊ അത് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അവര് ഇങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ കൂടെ തന്നെ ഈ റോഡിൽ കറക്റ്റ് വ്യക്തമായിട്ട് ഓടിക്കണം. ഇപ്പോഴും അതുപോലെ തന്നെ ചെയ്യുന്നത്. പക്ഷെ ആ T ഇടുന്നതോ അല്ലെങ്കിൽ H ഇടുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളെ ഈ കേരളത്തിലുള്ള പോലെയല്ല തമിഴ്നാട്ടിലെ ലൈസൻസിനുള്ള ടെസ്റ്റുകൾ, അതുപോലെയല്ല പിന്നെ കൽക്കത്തയിലുള്ള, അതുപോലെയല്ല ഡൽഹി, ആ വ്യത്യാസങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സംഭവമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞത്. ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്, എന്തെങ്കിലും അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം തന്നെ ഇതേപോലുള്ള ഡ്രൈവർമാർക്ക് ഒരു സ്റ്റേറ്റ് വിട്ട് പോകുമ്പോൾ, അവരൊരു സ്റ്റേറ്റിലാണെങ്കിൽ ശരി, ഒരു സ്റ്റേറ്റ് വിട്ട് പോകുകയാണെങ്കിൽ ശരി, ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ പോകുകയാണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന പേപ്പർ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണം, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാധാന്യം എന്താണ്, ലൈസൻസിൻ്റെ വാലിഡിറ്റി നോക്കാനുള്ള ഒരു എബിലിറ്റി, ഈ പേപ്പർ കൊണ്ടുള്ള എവിടെ കാണിക്കണം, എന്ത് കാണിക്കണം, അതേപോലെ ഈ ചെക്ക് പോസ്റ്റുകൾ കടന്നു പോകുമ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ്സ് എന്താണ്, ഈ GBR GCR ഒക്കെ എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ്സും അവയർനെസ്സും കൊടുത്ത ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരുടെയും ധാരണ ബാഡ്ജ് ഒഴിവാക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് എന്നെ രാവിലെ ഓരോരുത്തരും വിളിച്ച് അന്വേഷിച്ചതും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ബാഡ്ജ് ഒഴിവാക്കിക്കൊണ്ടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ യോഗ്യത എടുത്തു കളഞ്ഞ് ബാഡ്ജ് നിലനിർത്തുമ്പോൾ അതിൽ പിന്നെ ഈ വിദ്യാഭ്യാസ യോഗ്യത നോക്കൂല. പിന്നെ ഈ ബാഡ്ജിൽ നമ്മൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്ന ആൾക്കാർക്ക് മുൻഗണന കൊടുത്തിട്ട് ചെയ്യോ എന്നുള്ളതിനെ കുറിച്ചും അതിൽ വ്യക്തമായിട്ടൊരു ധാരണ വന്നിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഇതിന്റെ എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വീണ്ടും എന്റെ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ട് ഞാൻ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇനി അതിന്റെ അന്വേഷണത്തിലാണ്. ഇപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് സാറേ എന്താണ് ഇങ്ങനെ കണ്ടു ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കണ്ടേ എന്നുള്ളതിൽ എന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടിയ ഒരു അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തരുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വാർത്ത 19/6/2019 എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മാതൃഭൂമി, മനോരമ, ഈ 2 പത്രത്തിൽ ഞാൻ അതിന്റെ വാർത്തകൾ കണ്ടിരുന്നു, വായിച്ചു നോക്കുകയും ചെയ്തു. പിന്നെ മോട്ടോർ വാഹന ബിൽ
ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ വരുന്നതിലും ഇതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ശക്തമായി മുന്നോട്ട് നീക്കാൻ തന്നെയാണ് ഗവൺമെന്റിന്റെ നീക്കം ഉള്ളത്. ഇപ്പൊ ഹരിയാന ഗവൺമെന്റ് എടുത്തു വെച്ചേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അത് എല്ലാ സ്റ്റേറ്റിലേക്കും ഇത് ബാധകമായിരിക്കും. കാരണം സാരഥിയാണ് 1/1/2019 മുതൽ സാരഥി എന്നുള്ള നിയമം ഓൾ ഇന്ത്യ ലെവൽ വന്നതുകൊണ്ടാണ് അത് അത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പറയാനുള്ള കാരണം. ഞാൻ ഇത്രയും പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാം. ഈ അറിവുകൾ മറ്റുള്ള കൂട്ടുകാരുടെ കയ്യിൽ എത്തിക്കാൻ ഇത് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ ഏതിലും ഇൻസ്റ്റാഗ്രാമിലോ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി അതല്ല എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും ലൈക്ക് ചെയ്ത് അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുകയാണെങ്കിൽ അതിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഓൺ ദി സ്പോട്ടിൽ എത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ചെറിയ അറിവുകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും വരയ്ക്കും. ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.